ഇറാനിൽ വീണ്ടും അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് US-ന്റെ സെൻട്രൽ കമാൻഡ്. ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഹോർമോസ് അടച്ചു. ഹോർമോസിലൂടെ കടന്നുപോയ കപ്പലിന് നേരെ IRGC ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ സൈനിക നടപടി. ഇറാനിലെ 140 ഇടങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് US നൽകുന്ന വിശദീകരണം. ഐസൺ ജോസ് കൂടി ചേരുകയാണ്. ഐസൺ, അങ്ങനെ വീണ്ടും സംഘർഷഭരിതമാകുകയാണ് പശ്ചിമേഷ്യ. സമാധാന ഉടമ്പടി കേവലം 3 ആഴ്ചയ്ക്ക് മാത്രമേ അതിൻ്റെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും വീണ്ടും മുഖാമുഖം എത്തുകയാണോ ഐസൺ? ഗൗതം, തീർച്ചയായും ഒരു സമാധാന ധാരണയുടെ ആ കാലാവധി കഴിഞ്ഞു എന്ന് തന്നെയാണ് ട്രംപ് വിശദീകരിച്ചിരുന്നത്. അതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹോർമൂസിലൂടെ കടന്നുപോയൊരു കപ്പലിന് നേരെ വീണ്ടും സ്വാഭാവികമായും നേരത്തെ നടത്തിയിരുന്ന അതേ ആക്രമണത്തിൻ്റെ ശൈലിയിൽ വീണ്ടും ആക്രമണം നടത്തുന്ന ഒരു നീക്കമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന്, ഇറാൻ്റെ IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ആക്രമണത്തെ തുടർന്ന് അതിശക്തമായ പ്രത്യാക്രമണം 140 ഇടങ്ങളിൽ നടത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെൻട്രൽ കമാൻഡ് തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ബുഷഹറിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ആണവ നിലയത്തിൻ്റെ പരിസരങ്ങളിൽ പോലും അതിശക്തമായ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ ഇറാൻ്റെ പ്രതിരോധ ശൈലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് നേരെ US-ൻ്റെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നതാണ്. അതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും, ഖത്തറിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും, പശ്ചിമേഷ്യൻ ഇടങ്ങളിലും അതുപോലെ തന്നെ ജോർദാനിലും ആക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോർദാനിലെ US-ൻ്റെ ഡ്രോൺ ഹാങ്ങറുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ തിരിച്ചുമുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും നിർണായകമായൊരു വിഷയം എന്ന് പറയുന്നത് ഹോർമൂസ് അടയ്ക്കാനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി, അതായത് ഈ സമാധാന ധാരണ വന്ന ഒരു സാഹചര്യത്തിൽ ആ ഇടയ്ക്കാണ് ഹോർമൂസ് തുറന്നു കൊടുക്കാൻ ഒരു തീരുമാനം ഇറാൻ സ്വീകരിക്കുകയും സ്വാഭാവികമായും എണ്ണവില കുറയുന്നത് ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ഒരു ഗുണം, അതിൻ്റെ നേട്ടമുണ്ടാവുകയും ചെയ്തു. പക്ഷേ വീണ്ടും ഹോർമൂസ് അടയ്ക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഹോർമൂസിൽ കലുഷിതാവസ്ഥ ഉണ്ടായപ്പോൾ വീണ്ടും ആഗോള സമ്പദ് രംഗത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഹോർമൂസ് അടച്ചു എന്നൊരു വിശദീകരണം ഇറാൻ നൽകുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ശക്തമായ നടപടികളുമായി US സെൻട്രൽ കമാൻഡ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കനക്കുകയാണ്. IRGC നടത്തിയ പ്രകോപനത്തിന് പിന്നാലെ ഇറാനിലെ 140 ഇടങ്ങളിൽ US-ന്റെ സൈനിക നടപടി ഉണ്ടായിരിക്കുകയാണ്. അതിശക്തമായ തിരിച്ചടി വീണ്ടും ഇറാൻ പ്രകോപനത്തിന് നൽകും എന്ന കൃത്യമായ സന്ദേശം ഒരിക്കൽ കൂടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസണാണ് ചേർന്നത്.